ഏറെ കാലങ്ങളായി പ്രേക്ഷകരെ പെർഫോമൻസ് കൊണ്ടും കഥാപാത്ര തിരഞ്ഞെടുപ്പുകൾ കൊണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയുടെ ഒരു കിടിലൻ പുത്തൻ കഥാപാത്രം, അതാണ് സ്റ്റാൻലി ദാസ്. ചിത്രത്തിന്റെ പോസിറ്റീവ് നോക്കിയാൽ ഏറ്റവും വലിയ പോസിറ്റീവ് അത് മെഗാസ്റ്റാർ, മെഗാ ആക്ടർ മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. വേഷപകർച്ചകൾക്ക് എന്നും പ്രശംസിക്കപ്പെട്ട താരമാണ് മമ്മൂട്ടി. ഇക്കുറിയും വെറുതെ ആയിട്ടില്ല. കാരണം സ്റ്റാൻലി ദാസ് ഉറപ്പായും സിനിമ വിട്ടു പോയാൽ പോലും നമ്മുടെ മനസ്സിൽ തിങ്ങി നിൽക്കും. അദ്ദേഹം ഇരിക്കുന്നതും നടക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും എന്തിന് പുകയൂതി വിടുന്നത് പോലും മമ്മൂട്ടിയായിട്ടല്ല, സ്റ്റാൻലി ദാസ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ സിനിമ തീരുമ്പോൾ നമുക്കൊരിക്കലും മമ്മൂട്ടി എന്ന കഥാപാത്രത്തിനോട് ഒരു ആവേശമോ ഇഷ്ടമോ തോന്നില്ല. കാരണം അദ്ദേഹം മമ്മൂട്ടിയായിട്ടല്ല അഭിനയിക്കുന്നത്, പക്ക സ്റ്റാൻലി ദാസ്. അതോടൊപ്പം തന്നെ മമ്മൂട്ടിക്കൊപ്പം മികച്ച പ്രകടനവുമായി വിനായകനും ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ തീരുമ്പോൾ ലഭിക്കുന്ന കയ്യടി വിനായകനുള്ളതാണ്. ഇനി സിനിമയിലേക്ക് വന്നാൽ കാട്ടായിക്കോണത്ത് യുവാക്കൾ തമ്മിലുണ്ടാവുന്ന ഒരു തർക്കം ഒരു വലിയ വർഗീയ ലഹളയിലേക്ക് വളരുകയാണ്. ഇതിന്റെ അന്വേഷണത്തിനായി നിയോഗിക്കപ്പെടുന്ന നത്ത് എന്ന വെട്ടപ്പേരുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിലെ ജയകൃഷ്ണൻ എന്ന പോലീസ് വേഷത്തിലാണ് വിനായകൻ എത്തുന്നത്. ജയകൃഷ്ണന്റെ അന്വേഷണത്തിലുണ്ടാവുന്ന ദുരൂഹതകളും അതിലേക്ക് സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രം എങ്ങനെ എത്തിച്ചേരുന്നു, അതും എത്തിച്ചേർന്നതിന് ശേഷമുണ്ടാകുന്ന ചില വഴിത്തിരിവുകളും ഒക്കെയാണ് ചിത്രത്തിന്റെ കഥാഗതി. ഇനി സിനിമയിൽ ആകെ തോന്നിയ ഒരു നെഗറ്റീവ് വശം ചിത്രത്തിന്റെ രണ്ടാം പകുതിയിലും അതുപോലെ തന്നെ ക്ലൈമാക്സ് പോർഷനിലും കുറച്ചുകൂടി ഇന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ അല്പം ഗംഭീരമാക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി. ആകെ മൊത്തത്തിൽ നോക്കിയാൽ ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ക്രൈം ത്രില്ലർ തന്നെയാണ് കളങ്കാവൽ. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു തകർപ്പൻ പെർഫോമൻസും ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു ക്രൈം ത്രില്ലറും തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഉറപ്പായും കളങ്കാവലിന് ടിക്കറ്റ് എടുക്കാം. ചിത്രം നിരാശപ്പെടുത്തില്ല.